നമുക്ക് ഇന്നത്തെ കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. മധ്യപ്രദേശിലെ രതാബാനി ടൈഗർ റിസർവിൻ്റെ പുതിയ പേരെന്താണ്? ഡോക്ടർ വിഷ്ണു ശ്രീധർ വാക്കങ്കർ ടൈഗർ റിസർവ് എന്നാണ്. മധ്യപ്രദേശിലെ രതാബാനി ടൈഗർ റിസർവിൻ്റെ പുതിയ പേരെന്താണ്? ഡോക്ടർ വിഷ്ണു ശ്രീധർ വാക്കങ്കർ ടൈഗർ റിസർവ്. 1957 ലോകപ്രശസ്തമായ ഭീംബേഡ്ക ഗുഹകളും അവിടുത്തെ ശിലായുഗ ഗുഹാചിത്രങ്ങളും കണ്ടെത്തിയ പ്രമുഖ പുരാവസ്തു ഗവേഷകനാണ് ഡോക്ടർ വിഷ്ണു ശ്രീധർ വാക്കങ്കർ. ഇന്ത്യൻ ശിലാചിത്ര പഠനങ്ങളുടെ പിതാമഹൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ ശിലാചിത്ര പഠനങ്ങളുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നതാണ് ഡോക്ടർ വിഷ്ണു ശ്രീധർ വാക്കങ്കർ. ശിലാചിത്ര പഠനങ്ങളുടെ പിതാമഹൻ, ഇന്ത്യൻ ശിലാചിത്ര പഠനങ്ങളുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ വിഷ്ണു ശ്രീധർ വാക്കങ്കർ ആണ്. അപ്പോൾ മധ്യപ്രദേശിലെ രതാബാനി ടൈഗർ റിസർവ്. രതാബാനി ടൈഗർ റിസർവ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അതിന് കൊടുത്തിരിക്കുന്ന പുതിയ പേരാണ് ഡോക്ടർ വിഷ്ണു ശ്രീധർ വാക്കങ്കർ. അദ്ദേഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ശിലാചിത്ര പഠനങ്ങളുടെ പിതാമഹൻ എന്നാണ് വിഷ്ണു ശ്രീധർ വാക്കങ്കർ അറിയപ്പെടുന്നത്. ബ്രിക്സിന്റെ സ്ഥാപനപരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ വിട്ടുനിന്ന ബ്രിക്സ് പ്ലസ് നാവിക അഭ്യാസമാണ് വിൽ ഫോർ പീസ് 2026. ബ്രിക്സിന്റെ സ്ഥാപനപരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ വിട്ടുനിന്ന ബ്രിക്സ് പ്ലസ് നാവിക അഭ്യാസമാണ് വിൽ ഫോർ പീസ് 2026. വിൽ ഫോർ പീസ് 2026. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണ് എസ് ജയശങ്കർ. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ്. 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. അപ്പം ബ്രിക്സിൻ്റെ സ്ഥാപനപരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ വിട്ടുനിന്ന ബ്രിക്സ് പ്ലസ് നാവിക അഭ്യാസമാണ് വിൽ ഫോർ പീസ് 2026. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസ മാർഷലിനാണ്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഗ്രാസ മാർഷൽ. മൊസാംബിക്കിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം അവിടുത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രിയായി പ്രവർത്തിച്ചു. അപ്പോൾ മൊസാംബിക്കിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം അവിടുത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രിയായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ഗ്രാസ മാർഷൽ ആരാണ്? 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസ മാർഷലിനാണ്. 7ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സീവീഡ് എക്സ്പോ ആൻഡ് സമ്മിറ്റ് 2026 വേദി കൊച്ചിയിലാണ്. 7ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സീവീഡ് എക്സ്പോ ആൻഡ് സമ്മിറ്റിന്റെ 2026 വേദി എവിടെയാണ്? കൊച്ചിയിലാണ്. 7ാമത്തെ ഇന്ത്യ ഇന്റർനാഷണൽ സീവീഡ് എക്സ്പോ ആൻഡ് സമ്മിറ്റ് 2026 വേദി കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമാണ് വേദിയാക്കുന്നത്. മരുന്നുകൾ, ജൈവ ഇന്ധനം, ജൈവ പ്ലാസ്റ്റിക്, പോഷകാഹാരം എന്നിവയുടെ നിർമ്മാണത്തിന് കടൽപ്പായൽ ഉപയോഗിക്കുന്നു. കൂടാതെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാൻ കടൽപ്പായലുകൾക്ക് കഴിവുണ്ട്. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ നല്ലൊരു മാർഗവുമാണ്. അപ്പോൾ 7ാമത്തെ ഇന്ത്യ ഇന്റർനാഷണൽ സീവീഡ് എക്സ്പോ ആൻഡ് സമ്മിറ്റ് 2026 വേദി കൊച്ചിയിലാണ്. 27 വർഷത്തെ സേവനത്തിന് ശേഷം നാസയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയാണ് സുനിത വില്യംസ്. അപ്പോൾ സുനിത വില്യംസ് 27 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സുനിത വില്യംസ് വിരമിക്കുന്നത്. 3 ദൗത്യങ്ങളിലായിട്ട് ആകെ 608 ദിവസങ്ങളിൽ ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 ദൗത്യങ്ങളിലാണ് ബഹിരാകാശത്ത് പോയിട്ടുള്ളത്. 608 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത 62 മണിക്കൂറും 6 മിനിറ്റും. അത് സുനിത വില്യംസ് ആണ്. 62 മണിക്കൂറും 6 മിനിറ്റും. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത 62 മണിക്കൂറും 6 മിനിറ്റും. ബഹിരാകാശത്ത് വെച്ച് മാരത്തൺ ഓടിയ ആദ്യത്തെ വ്യക്തിയാണ് സുനിത വില്യംസ്. 2007 മാരത്തൺ ഓടാനായിട്ട് പോയി. മാരത്തൺ ഓടിയ ആദ്യത്തെ വ്യക്തി എവിടെയാണ്? ബഹിരാകാശത്താണ്. ബഹിരാകാശത്ത് വെച്ച് ട്രയാത്തലൺ പൂർത്തിയാക്കിയ ആദ്യ വ്യക്തിയും സുനിത വില്യംസ് ആണ്. അപ്പോൾ ബഹിരാകാശത്ത് വെച്ച് ട്രയാത്തലൺ പൂർത്തിയാക്കിയ ആദ്യത്തെ വ്യക്തി, മാരത്തൺ ഓടിയ ആദ്യത്തെ വ്യക്തി, ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത 62 മണിക്കൂറും 6 മിനിറ്റും
പിന്നെ 608 ദിവസമാണ് 3 ദൗത്യങ്ങളിലായിട്ട് ബഹിരാകാശത്ത് ആകെ ചെലവഴിച്ചത്. 27 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സുനിത വില്യംസ് നാസയിൽ നിന്ന് വിരമിച്ചത്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFന്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥയാണ് സിമ്രാൻ ബാലയാണ്. അപ്പോൾ CRFന്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്നത് ആരാണ്? സിമ്രാൻ ബാലയാണ്. അസിസ്റ്റന്റ് കമാൻഡാണ് സിമ്രാൻ ബാല. റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരു വനിതാ ഓഫീസർ CRPFന്റെ പുരുഷ വിഭാഗത്തെ നയിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ആരാണ്? സിമ്രാൻ ബാല. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ അതിർത്തി ഗ്രാമമായ നൌഷേര സ്വദേശിനിയാണ് സിമ്രാൻ ബാല. രജൌരി ജില്ലയിൽ നിന്ന് CRPF ഓഫീസർ പദവിയിലെത്തുന്ന ആദ്യ വനിത കൂടിയാണ് സിമ്രാൻ. രജൌരി ജില്ലയിൽ നിന്ന്, ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ നിന്ന് CRPF പദവിയിലെത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ് സിമ്രാൻ ബാലയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFന്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥ. 2026 ജനുവരിയിൽ ICC ഏകദിന ക്രിക്കറ്റിൽ 1-ാം സ്ഥാനത്ത് എത്തിയത് ഡാരിൽ മിച്ചലാണ്. 2026 ജനുവരിയിൽ ICC ഏകദിന ക്രിക്കറ്റിൽ 1-ാം സ്ഥാനത്ത് എത്തിയത് ഡാരിൽ മിച്ചൽ. 2-ാം സ്ഥാനം വിരാട് കോഹ്ലിക്കും 4-ാം സ്ഥാനം രോഹിത് ശർമ്മയ്ക്കാണ്. അപ്പോൾ ഡാരിൽ മിച്ചലാണ് 2026 ജനുവരിയിൽ ICC ഏകദിന ക്രിക്കറ്റിൽ 1-ാം സ്ഥാനത്ത് എത്തിയത്. 2-ാം സ്ഥാനം നമ്മുടെ വിരാട് കോഹ്ലിക്കുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 2026 റിപ്പബ്ലിക് ദിന ടാബ്ലോയിഡ് പ്രമേയം എന്താണ്? ഇന്ത്യൻ നാവികസേനയുടേത് പാരമ്പര്യത്തിൽ നങ്കൂരമിട്ട് സ്വാശ്രയത്തിലേക്കും നവീകരണത്തിലേക്കും കുതിക്കുന്നു. എന്താണ് പാരമ്പര്യത്തിൽ നങ്കൂരമിട്ട് സ്വാശ്രയത്തിലേക്കും നവീകരണത്തിലേക്കും കുതിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ നാവികസേനയുടെ 2026 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പ്രമേയം. റിപ്പബ്ലിക് ദിന ടാബ്ലോയിഡ് പ്രമേയം എന്താണ്? പാരമ്പര്യത്തിൽ നങ്കൂരമിട്ട് സ്വാശ്രയത്തിലേക്കും നവീകരണത്തിലേക്കും കുതിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാന വാഹിനി കപ്പലായ INS വിക്രാന്ത് ടാബ്ലോയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാന വാഹിനി കപ്പലായിട്ടുള്ള INS വിക്രാന്ത് ടാബ്ലോയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. നാവിക സാഗർ പരിക്രമ 2 ദൗത്യത്തിലൂടെ INS വി തരിണി എന്ന പായ്ക്കപ്പലിൽ ലോകം ചുറ്റി ചരിത്രമെഴുതിയ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെയും ടാബ്ലോയിൽ ഉൾപ്പെടുന്നു. നാവിക സാഗർ പരിക്രമ 2 ദൗത്യത്തിലൂടെ INS വി തരിണി എന്ന പായ്ക്കപ്പലിൽ ലോകം ചുറ്റി ചരിത്രമെഴുതിയ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെയും ടാബ്ലോയിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്ഥാപന ഓംബുഡ്സ്മാനായ നിയമിതനായ വ്യക്തിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫാണ് തദ്ദേശ സ്ഥാപന ഓംബുഡ്സ്മാനായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി. ആരാണ്? റിട്ടയർഡ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്. തദ്ദേശ വകുപ്പ് മന്ത്രി ആരാണ്? MP രാജേഷാണ് തദ്ദേശ വകുപ്പ് മന്ത്രി. ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായിട്ടുള്ള നിയമിതനായിട്ടുള്ള വ്യക്തി. ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച 2ാമത്തെ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച 2ാമത്തെ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഗുജറാത്തിന് ശേഷം രാജസ്ഥാൻ. സർക്കാർ അസന്തുലിത പ്രദേശമായി പ്രഖ്യാപിക്കുന്ന സ്ഥലങ്ങളിൽ 3 വർഷയ്ക്ക് വസ്തുവകകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നിരോധനമുണ്ടാകും. അങ്ങനെ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആയിട്ട് ആക്ട് വന്നു കഴിഞ്ഞാൽ ആ 3 വർഷത്തേക്ക് അവിടെ വസ്തുവകകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നിരോധനം ഉണ്ടാകും. ഇത്തരം പ്രദേശങ്ങളിൽ സ്വത്ത് കൈമാറ്റം ചെയ്യണമെങ്കിൽ കളക്ടറുടെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെയോ മുൻകൂർ അനുമതി നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം ഇടപാടുകൾ അസാധുവായി കണക്കാക്കും. 1991 ഗുജറാത്ത് നിയമം ആദ്യമായി കൊണ്ടുവന്നത്. അഹമ്മദാബാദ്, വഡോദര തുടങ്ങിയ നഗരങ്ങളിലെ വർഗീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ 1991 ഗുജറാത്തിൽ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കിയത്. 1991 ഗുജറാത്തിൽ നടപ്പിലാക്കിയത്. ഇപ്പോൾ രാജസ്ഥാനിലും നടപ്പിലാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അഹമ്മദാബാദ്, വഡോദര തുടങ്ങിയ സ്ഥലങ്ങളിലെ വർഗീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ആക്ട് ഗുജറാത്തിൽ 1991 നടപ്പിലാക്കിയത്. ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ ത്രിരാഷ്ട്ര കോസ്റ്റ് ഗാർഡ് അഭ്യാസമാണ് ദോസ്തി 17. ദോസ്തി 17 എന്നുള്ളത് ഇന്ത്യയും ശ്രീലങ്കയും മാലിദ്വീപും.
ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ ത്രിരാഷ്ട്ര കോസ്റ്റ് ഗാർഡ് അഭ്യാസമാണ് ദോസ്തി 17. 2026 ജനുവരി 19 ദോസ്തിയുടെ 17ാം പതിപ്പാണ് നടന്നത്. വേദി എവിടെയായിരുന്നു? മാലിദ്വീപിൽ വെച്ചിട്ടായിരുന്നു. ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ്, അതാണ് ദോസ്തി 17. അതിൻ്റെ ജനുവരി 19 അതിൻ്റെ 17ാമത്തെ പതിപ്പാണ് നടന്നത്. മലിനീകരണ പ്രതികരണം, കടലിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ പാരമ്പര്യേതര സമുദ്ര സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള പരസ്പര പ്രവർത്തനക്ഷമതയും സഹകരണ സംവിധാനങ്ങളും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ അഭ്യാസത്തിൻ്റെ ലക്ഷ്യം. എന്താണ് ദോസ്തിയുടെ ലക്ഷ്യം? മലിനീകരണ പ്രതികരണം, കടലിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ പാരമ്പര്യേതര സമുദ്ര സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള പരസ്പര പ്രവർത്തനക്ഷമതയും സഹകരണ സംവിധാനങ്ങളും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ അഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതാണ് ഇന്ന് ലക്ഷ്യയിൽ പഠിക്കാൻ തന്നിട്ടുള്ള കറണ്ട് അഫെയർസ്. എല്ലാ കൂട്ടുകാരും നന്നായി പഠിച്ച് ടെലഗ്രാം ചാനലിൽ എക്സാമും എഴുതി നോക്കുക. താങ്ക് യു.